ലേണിംഗ് മക്കളെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സയൻസിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് എക്സ്പ്ലോറിംഗ് മാഗ്നറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. മാഗ്നറ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യനുമായിട്ട് പരിചയപ്പെടാം. ഫസ്റ്റ് ചോദ്യമാണ്, വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്സ്? മാഗ്നറ്റിനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് മാഗ്നറ്റ്സിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. സോ മാഗ്നറ്റ്സിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒരുപാട് ടൈപ്പ് മാഗ്നറ്റ്സ് ഉണ്ട് അല്ലെ. എപ്പോഴും നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക ഇതുപോലെയുള്ള ഒരു മാഗ്നറ്റ് ആയിരിക്കും. ഇതാണ് ബാർ മാഗ്നറ്റ് അല്ലെ. ഇതിന്റെ ഷേപ്പ് തന്നെ നോക്കൂ, ഒരു ബാർ ഷേപ്പ് പോലെയാണ് അല്ലെ. ഇപ്പോഴും മാഗ്നറ്റ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതിന് അതിന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാകും. 2 പോൾസ് ഉണ്ടാകും. മാഗ്നറ്റ് ഹാസ് 2 പോൾസ് അല്ലെ. ഏതൊക്കെയാണ്? നോർത്ത് പോളും സൗത്ത് പോളും. നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് 2 മാഗ്നറ്റ്സ് ഒരുമിച്ച് വരുമ്പോൾ അല്ലെ, ഓരോ മാഗ്നറ്റിനും അതിൻ്റെതായിട്ടുള്ള നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ മാഗ്നറ്റിന്റെ നോർത്ത് പോളും മറ്റൊരു മാഗ്നറ്റിന്റെ സൗത്ത് പോളും അടുത്ത് വന്നു കഴിഞ്ഞാൽ അല്ലെ, ഇതെന്താണ്? അൺലൈക്ക് പോൾസും അല്ലെ. നോർത്തും സൗത്തും അടുത്ത് വന്നു കഴിഞ്ഞാൽ ദേ വിൽ അട്രാക്ട് ഈച്ച് അതർ അല്ലെ. അവരെന്ത് ചെയ്യാണ്? ആകർഷിക്കുകയാണ് ചെയ്യുക, അട്രാക്ട് ചെയ്യും. ഇപ്പൊ നോർത്ത് പോളും സൗത്ത് പോളും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അൺലൈക്ക് പോൾസ് അടുത്ത് വന്നു കഴിഞ്ഞാൽ ദേ വിൽ അട്രാക്ട് ഈച്ച് അതർ അല്ലെ. നെക്സ്റ്റ് നോക്കൂ, 2 മാഗ്നറ്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓരോ മാഗ്നറ്റ്സിനും നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റുകളുടെ നോർത്ത് പോളും അല്ലെ, ലൈക്ക് പോൾസ് ഒരുപോലെയുള്ള പോൾസ് അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാ? ദേ വിൽ റിപ്പൽ ഈച്ച് അതർ. അവരെന്ത് ചെയ്യടാ? റിപ്പൽ ചെയ്തിട്ട് പോകും. അക്കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ഡൗട്ട് ഉണ്ടാകും, ആ നോർത്ത് വന്നാൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. അങ്ങനെയല്ല, സൗത്തും വന്നു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയായിരിക്കും അവസ്ഥ. ദേ വിൽ റിപ്പൽ അല്ലെ. അല്ലെങ്കിൽ നമുക്ക് പറയാം ലൈക്ക് പോൾസ് റിപ്പൽ എന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. സോ നമ്മൾ പഠിച്ച പോയിന്റ്സ് ഇതാ ഇവിടെ. മാഗ്നറ്റ് ഹാസ് 2 പോൾസ് അല്ലെ. ലൈക്ക് പോൾസ് റിപ്പൽ, ഒരുപോലെയുള്ള പോൾസ് അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും അല്ലെ. ഇനി നെക്സ്റ്റ് ആണ് അൺലൈക്ക് പോൾസ് അട്രാക്ട് അല്ലെ. ഒരുപോലെ അല്ലാത്തത്, അതായത് നോർത്തും സൗത്തും അടുത്ത് വന്നു കഴിഞ്ഞാൽ ദേ വിൽ അട്രാക്ട് ഈച്ച് അതർ. ആ കാര്യം കൂടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഫോർ മാഗ്നറ്റിക് മെറ്റീരിയൽ. മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയും. അതിന് 2 എക്സാമ്പിൾ എഴുതി കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ 2 എക്സാമ്പിൾസ്? എന്താണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അല്ലെ. ദ മെറ്റീരിയൽ വിച്ച് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സിനെയാണ് നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലൊരു മാഗ്നറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് ആദ്യം എന്താ ചെയ്യുക? അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ വെച്ച് നോക്കും അല്ലെ. നമ്മളെ ജനലുകളുടെ ആ ഒരു അല്ലെ കമ്പിയിൽ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിലിങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലെ. നമ്മുടെ കയ്യിലുള്ള ഒരു കോയിനുമായിട്ട് നമ്മൾ വെച്ച് അത് അട്രാക്റ്റഡ് ആയിട്ട് കാണാറുണ്ട്. എന്നാൽ അതേസമയം നമ്മൾ വല്ല പേപ്പറിലോ റബ്ബറിലോ ക്ലോത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അട്രാക്ഷൻ കാണാറില്ല അല്ലെ. അതിൽ അട്രാക്റ്റഡ് ആവും നമ്മൾ കാണാറില്ല. അപ്പൊ there are some മെറ്റീരിയൽ എന്ത് ചെയ്യും? അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സ് ആണ്. ആൻഡ് ദ മെറ്റീരിയൽസ് വിച്ച് ഡു നോട്ട് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സിനെയാണ് നമ്മൾ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമുക്ക് പേപ്പർ പറയാം, റബ്ബർ പറയാം, പ്ലാസ്റ്റിക്കിന് ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ പറ്റും അല്ലെ. നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് മാഗ്നറ്റിക് മെറ്റീരിയലിനാണ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എപ്പോഴും പറയാ അയേൺ ആണ് അല്ലെ. അയേൺ ഓൾവേസ് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സ്. ഓക്കെ, that's why we can call them as magnetic material. Okay, next iron പറഞ്ഞതുപോലെ തന്നെ വേറെയും പറയാം കേട്ടോ. നിക്കൽ പറയാം, കൊബാൾട്ട്, സ്റ്റീൽ, ഇഷ്ടംപോലെ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ നെയിംസ് ഓഫ് മാഗ്നറ്റ്. നമുക്ക് 3 ഡിഫറെന്റ് ടൈപ്സിലുള്ള മാഗ്നറ്റ്സ് തന്നിട്ടുണ്ട് അല്ലെ. ഒന്നാമത്തെ ഷേപ്പ് നോക്കുക, ഇതുപോലെ ബാർ പോലെയാണ്. നെക്സ്റ്റ് വൺ ദ യു ഷേപ്ഡ് ആണ്. ആൻഡ് അനദർ വൺ നോക്കുക, ഒരു റിംഗ് ഷേപ്ഡ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇതിന്റെയൊക്കെ പേരുകൾ എഴുതാനാണ് അല്ലെ. പല 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 ഷേപ്പിൽ എന്തുണ്ട്? മാഗ്നറ്റ്സ് ഉണ്ട്. നമ്മുടെ മാഗ്നറ്റ്സ് പല ഡിവൈസിലും ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ ആ ഡിവൈസിന്റെ സ്ട്രക്ചറിനനുസരിച്ച് ആ ഷേപ്പിന് അനുയോജ്യമായിട്ടുള്ള മാഗ്നറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഇതാണ് ബാർ മാഗ്നറ്റ്. എന്താ പറയാ? ബാർ മാഗ്നറ്റ്. നെക്സ്റ്റ് വൺ യു ഷേപ്ഡ് ആയതുകൊണ്ട് തന്നെ we can call എന്താ പറയാ? യു മാഗ്നറ്റ്. നെക്സ്റ്റ് നോക്കൂ, റിംഗ് ഷേപ്ഡ് ആണ് അല്ലെ. സോ നമുക്ക് വിളിക്കാം റിംഗ് മാഗ്നറ്റ്സ്. ഓക്കെ, അപ്പൊ അത് മറന്നു പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ഇസ് ഫോർ യു. നിങ്ങൾ കമന്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്? ഇതിലേതാണ് മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് ചൂസ് ചെയ്യാണ്. എ പേപ്പർ, ബി അയൺ നെയിൽ ആൻഡ് സി വുഡ്,
ഡി കോപ്പർ വയർ. അപ്പോൾ ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് അറിയിക്കുക. അത് മാത്രമല്ല നമ്മുടെ സയൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഏതെങ്കിലും ചാപ്റ്ററുമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ടും അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മളതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.